എന്നെ പറ്റിക്കാൻ കഴിയില്ല സുഹൃത്തെ. എനിക്കെല്ലാം അറിയാം. എന്റെ കുതിരകൾക്ക് നല്ല വേഗതയുമാണ്. പെട്ടെന്ന് അയാളുടെ ശബ്ദം കേട്ടു. അയാൾ റോഡിൽ നിന്ന് കൈകൾ വീശിയപ്പോൾ ചെന്നായ്ക്കൾ പിന്നോട്ട് മാറി. ഇതെല്ലാം കണ്ട് എനിക്ക് വല്ലാത്ത ഭയം തോന്നി. കുറെ സമയം കടന്നുപോയി. ഞങ്ങൾ കയറ്റം കയറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഡ്രൈവർ ഒരു വലിയ പഴയ കോട്ടയുടെ മുറ്റത്ത് വണ്ടി നിർത്തി. അവിടെ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. തകർന്ന മതിലുകൾ ചന്ദ്രവെളിച്ചത്തിൽ കണ്ടു. ഇരുട്ടിൽ ആ മുറ്റം വളരെ വലുതായി തോന്നി. അവിടെ നിന്നും പല വഴികളിലേക്കും പോകുന്ന വലിയ കമാനങ്ങൾ ഉള്ളതുകൊണ്ട് അത് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ വലുതായി കാണപ്പെട്ടു. പകൽ വെളിച്ചത്തിൽ എനിക്കിതുവരെ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. കുതിരവണ്ടി നിന്നപ്പോൾ ഡ്രൈവർ ചാടിയിറങ്ങി എന്നെ ഇറങ്ങാൻ സഹായിക്കാനായി കൈനീട്ടി. അയാളുടെ അസാമാന്യമായ ശക്തി അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഉരുക്കുകൊണ്ടുള്ള ഒരു പാര പോലെയായിരുന്നു അയാളുടെ കൈകൾ. വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ കൈ അതിനുള്ളിലിട്ട് ഞെരിക്കാമായിരുന്നു. അയാൾ എന്റെ ലഗേജുകൾ താഴെ ഇറക്കി വെച്ചു. വലിയ ഇരുമ്പാണികൾ തറച്ച കല്ലിൽ കൊത്തിയെടുത്ത പഴയൊരു വലിയ വാതിലിന് മുന്നിലായിരുന്നു ഞാൻ നിന്നത്. കാലപ്പഴക്കത്താൽ ആ കൽപ്പണികൾ പലയിടത്തും തേഞ്ഞുപോയിരുന്നു. ഞാൻ നോക്കി നിൽക്കെ ഡ്രൈവർ വണ്ടിയിൽ കയറി കുതിരകളെ തെളിച്ചു. ആ വണ്ടി ഇരുളാർന്ന വഴികളിൽ ഒന്നിലൂടെ അപ്രത്യക്ഷമായി. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ തന്നെ നിന്നു. വാതിലിൽ മുട്ടാനോ മണിമുഴക്കാനോ യാതൊന്നുമില്ല. ഈ കട്ടിയുള്ള ചുവരുകൾക്കപ്പുറത്തേക്ക് എന്റെ ശബ്ദമെത്താനും സാധ്യതയില്ല. കാത്തുനിന്ന സമയം അനന്തമായി നീളുന്നതുപോലെ തോന്നി. ഭയവും സംശയവും എന്നെ വേട്ടയാടി. എങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്? എങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ്? ലണ്ടനിലെ ഒരു എസ്റ്റേറ്റ് വാങ്ങുന്ന കാര്യം വിദേശിയായ ഒരാളോട് സംസാരിക്കാൻ വന്ന ഒരു വക്കീൽ ഗുമസ്തന്, സോളിസിറ്റേഴ്സ് ക്ലർക്ക്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? വക്കീൽ ഗുമസ്തൻ, നിനക്കത് കേൾക്കാൻ ഇഷ്ടമുണ്ടാകില്ല. കാരണം ലണ്ടനിൽ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് എന്റെ പരീക്ഷാഫലം വന്നിരുന്നു. ഞാനിപ്പോൾ പൂർണ്ണനായ ഒരു വക്കീലാണ്, സോളിസിറ്റർ. ഇതൊരു പേടി സ്വപ്നമാണോ എന്നറിയാൻ ഞാൻ എന്റെ കണ്ണുകൾ തിരുമുകയും സ്വയം നുള്ളിനോക്കുകയും ചെയ്തു. ജോലി തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നാറുള്ളതുപോലെ ഞാനിപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷേ ഞാൻ ഉണർന്നിരിക്കുകയാണെന്നും കാർപാത്യൻ മലനിരകളിലാണെന്നും എനിക്ക് ബോധ്യമായി. ക്ഷമയോടെ രാവിലെയാകാൻ കാത്തിരിക്കുകയേ വഴിയുള്ളൂ. അപ്പോഴാണ് ആ വലിയ വാതിലിനു പിന്നിൽ കനത്ത കാലൊച്ച കേട്ടത്. വിടവിലൂടെ ഒരു വെളിച്ചം കണ്ടു. ചങ്ങലകൾ കിലുങ്ങുന്ന ശബ്ദവും വലിയ സാക്ഷി നീക്കുന്ന ശബ്ദവും കേട്ടു. തുരുമ്പെടുത്ത പൂട്ട് തുറക്കുന്ന വലിയ ശബ്ദത്തോടെ ആ വാതിൽ തുറക്കപ്പെട്ടു. അകത്ത് നീണ്ട വെളുത്ത മീശയൊഴികെ മുഖം വടിച്ച കറുത്ത വസ്ത്രം ധരിച്ച ഉയരമുള്ള ഒരു വൃദ്ധൻ നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരിടത്തുപോലും മറ്റൊരു നിറമുണ്ടായിരുന്നില്ല. ചിമ്മിനിയോ ഗ്ലാസോ ഇല്ലാത്ത തിരുനാളം വിറയ്ക്കുന്ന ഒരു പഴയ വെള്ളിവിളക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം വളരെ മാന്യമായി എന്നാൽ വിചിത്രമായ ഒരു ശൈലിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു, "എന്റെ വീട്ടിലേക്ക് സ്വാഗതം. സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടപ്രകാരം കടന്നുവരൂ." അദ്ദേഹം അനങ്ങിയില്ല, കല്ലുപോലെ നിന്നു. ഞാൻ ഉമ്മറപ്പടി കടന്ന ഉടനെ അദ്ദേഹം മുന്നോട്ട് വന്ന് എന്റെ കൈ പിടിച്ചു കുലുക്കി. ആ കൈകൾക്ക് മഞ്ഞുപോലെ തണുപ്പുണ്ടായിരുന്നു. ജീവനുള്ള ഒരാളുടെ കൈ പോലെയല്ല, മരിച്ച ഒരാളുടെ കൈ പോലെ. അത് എന്നെ ഒന്ന് ഞെട്ടിച്ചു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, "എന്റെ വീട്ടിലേക്ക് സ്വാഗതം. സ്വതന്ത്രമായി വരൂ, സുരക്ഷിതമായി പോകൂ. നിങ്ങൾ കൊണ്ടുവരുന്ന സന്തോഷത്തിന്റെ ഒരംശം ഇവിടെയും നൽകൂ." ആ കൈകൊടുക്കലിലെ ശക്തി എന്നെ കൊണ്ടുവന്ന ഡ്രൈവറുടെ ശക്തി പോലെ തന്നെ തോന്നി. ഡ്രൈവറുടെ മുഖം ഞാൻ കണ്ടിരുന്നില്ല. അതിനാൽ ഇതാ ഡ്രൈവർ തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ചു. ഉറപ്പിക്കാനായി ഞാൻ ചോദിച്ചു, "കൗണ്ട് ഡ്രാക്കുള?" അദ്ദേഹം തലകുനിച്ച് മറുപടി പറഞ്ഞു, "അതെ, ഞാൻ ഡ്രാക്കുളയാണ്. മിസ്റ്റർ ഹാർക്കർ, താങ്കളെ എന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരൂ, പുറത്ത് നല്ല തണുപ്പാണ്. താങ്കൾക്ക് വിശ്രമവും ഭക്ഷണവും ആവശ്യമാണ്." അദ്ദേഹം എന്റെ ലഗേജ് എടുക്കാൻ തുനിഞ്ഞപ്പോൾ ഞാൻ തടഞ്ഞു. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. "അരുത്, താങ്കൾ എന്റെ അതിഥിയാണ്. സമയം വൈകിയിരിക്കുന്നു. എന്റെ വേലക്കാർ ആരും ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ട് താങ്കളുടെ സൗകര്യങ്ങൾ ഞാൻ തന്നെ നോക്കാം." അദ്ദേഹം എന്നെയും കൂട്ടി കോട്ടയുടെ അകത്തേക്ക് നടന്നു. നീണ്ട ഇടനാഴികളിലൂടെയും ഗോവണിപ്പടികളിലൂടെയും ഞങ്ങൾ നടന്നു. അവസാനം നല്ല വെളിച്ചമുള്ള ഒരു മുറിയിലെത്തി. അവിടെ എനിക്കായി ഭക്ഷണം ഒരുക്കിയിരുന്നു. തണുപ്പകറ്റാൻ വലിയൊരു തീയും കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്നെ എന്റെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി. യാത്രയുടെ ക്ഷീണം മാറ്റാൻ താങ്കൾക്ക് ഫ്രഷ് ആകാം. എല്ലാം തയ്യാറാണ്. റെഡിയായി കഴിഞ്ഞാൽ അടുത്ത മുറിയിലേക്ക് വരൂ. അവിടെ അത്താഴം തയ്യാറാണ്. വിശപ്പ് കാരണം ഞാൻ വേഗം ഫ്രഷായി ഭക്ഷണമുറിയിലേക്ക് പോയി. അവിടെ ഡ്രാക്കുള പ്രഭു ഫയർപ്ലേസിനരികെ ചാരി നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "ദയവായി ഇരുന്ന് കഴിക്കൂ. ഞാൻ ഇതിൽ പങ്കുചേരാത്തതിൽ ക്ഷമിക്കണം. ഞാൻ നേരത്തെ കഴിച്ചു."
എനിക്ക് അത്താഴം കഴിക്കുന്ന പതിവില്ല. ഞാൻ മിസ്റ്റർ ഹോക്കിൻസ് കൊടുത്തുവിട്ട കത്ത് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം അത് വായിച്ചു. അതിൽ എന്നെക്കുറിച്ച് നല്ലതെഴുതിയിരുന്നത് എന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ ആഹാരം കഴിക്കാൻ തുടങ്ങി. റോസ്റ്റ് ചെയ്ത കോഴിയും ചീസും സാലഡും പഴയ വീഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കുമ്പോൾ അദ്ദേഹം എന്നോട് യാത്രയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖം ശ്രദ്ധിച്ചു. വളരെ പ്രത്യേകതകളുള്ള മുഖമായിരുന്നു അത്. ഉയർന്ന വളഞ്ഞ മൂക്ക്, അക്യുലൈൻ നോസ്, കൂടിച്ചേർന്ന കട്ടിയുള്ള പുരികങ്ങൾ. മീശക്കടിയിലെ വായ ക്രൂരമായി തോന്നി. പല്ലുകൾ വളരെ കൂർത്തതും വെളുത്തതുമായിരുന്നു. ചുണ്ടുകൾക്ക് അസാധാരണമായ ചുവപ്പ് നിറം. ചെവികൾ മുകളിൽ കൂർത്തതായിരുന്നു. ആകെ മൊത്തം വല്ലാത്തൊരു വിളർച്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. അടുത്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളും ഞാൻ ശ്രദ്ധിച്ചു. കൈവെള്ളയിൽ രോമങ്ങളുണ്ടായിരുന്നു. നഖങ്ങൾ നീണ്ടു കൂർത്തതായിരുന്നു. അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്ന് തൊട്ടപ്പോൾ എനിക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. വല്ലാത്തൊരു അറപ്പ് തോന്നി. അത് അദ്ദേഹം ശ്രദ്ധിച്ചുവെന്ന് തോന്നുന്നു. താഴ്വരയിൽ നിന്ന് ചെന്നായകളുടെ ഒരിയിടൽ കേട്ടു. പ്രഭുവിന്റെ കണ്ണുകൾ തിളങ്ങി. അദ്ദേഹം പറഞ്ഞു, കേൾക്കൂ രാത്രിയുടെ മക്കൾ, എന്തൊരു സംഗീതമാണവർ ഉണ്ടാക്കുന്നത്. എന്റെ മുഖത്തെ ഭാവം കണ്ടിട്ടാകണം. അദ്ദേഹം കൂട്ടിച്ചേർത്തു, നഗരത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് വേട്ടക്കാരന്റെ വികാരങ്ങൾ മനസ്സിലാകില്ല. എന്നെ ഉറങ്ങാൻ അനുവദിച്ച് അദ്ദേഹം പോയി. മെയ് 7. നേരം വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. ഭക്ഷണമുറിയിൽ എനിക്കുള്ള പ്രഭാത ഭക്ഷണം ഒരുക്കി വെച്ചിരുന്നു. മേശപ്പുറത്ത് ഒരു കുറിപ്പുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുനേരം മാറി നിൽക്കേണ്ടതുണ്ട്. എന്നെ കാത്തിരിക്കേണ്ട. ഡി. കോട്ടയിലെ സമ്പത്ത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. സ്വർണപാത്രങ്ങളും വിലപിടിപ്പുള്ള തുണിത്തരങ്ങളും എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഒരിടത്തും ഒരു കണ്ണാടി, മിറർ പോലും കണ്ടില്ല. എന്റെ ഷേവിംഗ് ഗ്ലാസ് ബാഗിൽ നിന്നെടുത്താണ് ഞാൻ മുഖം നോക്കിയത്. വേലക്കാരെ ആരെയും കണ്ടില്ല. ചെന്നായകളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. വായനമുറിയിൽ ലൈബ്രറി നിറയെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കണ്ടു. ലണ്ടൻ ഡയറക്ടറിയും നിയമപുസ്തകങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പ്രഭു അവിടെ എത്തി ഇംഗ്ലണ്ടിനെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചും ആവേശത്തോടെ സംസാരിച്ചു. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വരുന്ന ചെറിയ തെറ്റുകൾ പോലും തിരുത്തി കൊടുക്കണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. കോട്ടയിൽ പൂട്ടിക്കിടക്കുന്ന മുറികളിലൊഴികെ എവിടെയും പോകാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നു. ഞങ്ങൾ ലണ്ടനിലെ പുതിയ എസ്റ്റേറ്റിനെ കുറിച്ച് കാർഫാക്സ് സംസാരിച്ചു. പഴയതും നിഗൂഢവുമായ സ്ഥലമാണ് തനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. മെയ് 8. ഈ ഡയറി എഴുതുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. ഇവിടെ എന്തൊക്കെയോ അസ്വാഭാവികതയുണ്ട്. സംസാരിക്കാൻ പ്രഭുവല്ലാതെ മറ്റാരുമില്ല. ഇന്ന് രാവിലെ ഞാൻ ഷേവ് ചെയ്യുകയായിരുന്നു. ജനലിനടുത്താണ് ഞാൻ എൻ്റെ ചെറിയ കണ്ണാടി വെച്ചിരുന്നത്. പെട്ടെന്ന് പിന്നിൽ നിന്നും പ്രഭുവിന്റെ ശബ്ദം കേട്ടു, സുപ്രഭാതം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്റെ മുന്നിലുള്ള കണ്ണാടിയിൽ എന്റെ പിന്നിലുള്ള മുറി മുഴുവൻ കാണാമായിരുന്നു. പക്ഷേ കണ്ണാടിയിൽ പ്രഭുവിന്റെ പ്രതിബിംബമുണ്ടായിരുന്നില്ല. ഞെട്ടലിൽ എന്റെ മുഖം അല്പം മുറിഞ്ഞു. ചോര പൊടിഞ്ഞത് കണ്ട് പ്രഭുവിന്റെ കണ്ണുകളിൽ ഒരു പിശാചിന്റെ ഭാവം മിന്നിമറഞ്ഞു. അദ്ദേഹം എന്റെ കഴുത്തിനു നേരെ കൈനീട്ടി. പക്ഷേ എന്റെ കഴുത്തിൽ കിടന്ന കുരിശുമാലയിൽ തട്ടിയതും അദ്ദേഹത്തിന്റെ ഭാവം മാറി. സൂക്ഷിക്കണം, അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്ത് രക്തം ചിന്തുന്നത് അപകടമാണ്. എന്റെ ഷേവിംഗ് ഗ്ലാസ് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ അടയാളം. അദ്ദേഹം ആ കണ്ണാടി ജനലിലൂടെ താഴേക്ക് വലിച്ചെറിഞ്ഞു. അത് താഴെ പാറയിൽ വീണ് തകർന്നു. അദ്ദേഹം പോയ ശേഷം ഞാൻ കോട്ടൊന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങി. തെക്ക് ഭാഗത്തുള്ള ജനലിലൂടെ നോക്കിയാൽ അഗാധമായ കൊക്കയാണ്. അവിടെ നിന്ന് ഒരു കല്ലിട്ടാൽ 1000 അടി താഴെ പോയി വീഴും. ഞാൻ ചുറ്റും നോക്കി. വാതിലുകൾ മാത്രം. എല്ലാം പൂട്ടിയ നിലയിലാണ്. ജനലുകളല്ലാതെ പുറത്തേക്ക് പോകാൻ മറ്റൊരു വഴിയുമില്ല. ഈ കോട്ട ഒരു തടവറയാണ്. ഞാനൊരു തടവുപുള്ളിയും. കെണിയിൽപ്പെട്ട ഒരു എലിയെപ്പോലെ ഞാൻ ഗോവണിപ്പടികൾ ഓടിക്കയറുകയും ഇറങ്ങുകയും ചെയ്തു. കണ്ട വാതിലുകളിലെല്ലാം മുട്ടിനോക്കി. ജനലുകളിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷെ എല്ലാം വിഫലമായിരുന്നു. ഒടുവിൽ തളർന്നിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഡ്രാക്കുള പ്രഭുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം തന്നെയാണ് എന്നെ ഇവിടെ തടവിലാക്കിയത്. അപ്പോഴാണ് കോട്ടയുടെ താഴത്തെ വാതിലടയുന്ന ശബ്ദം കേട്ടത്. പ്രഭു തിരിച്ചെത്തിയിരിക്കുന്നു. ഞാൻ ഒളിച്ചു നോക്കുമ്പോൾ കണ്ടത് പ്രഭു തന്നെ സ്വന്തം കിടക്ക വിരിക്കുന്നതും പിന്നീട് ഭക്ഷണമേശ ഒരുക്കുന്നതുമാണ്. അതോടെ എന്റെ സംശയം മാറി. ഈ കോട്ടയിൽ വേലക്കാർ ആരും തന്നെയില്ല. എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വണ്ടി ഓടിച്ചു വന്നതും പ്രഭു തന്നെയായിരിക്കണം. അങ്ങനെയെങ്കിൽ കൈ ഒന്നുയർത്തിയപ്പോൾ ചെന്നായക്കൂട്ടത്തെ നിശബ്ദരാക്കിയ അദ്ദേഹത്തിന്റെ ശക്തി എത്ര ഭീകരമായിരിക്കും. ഗ്രാമവാസികൾ എനിക്ക് തന്ന വെളുത്തുള്ളിയും കുരിശുമാലയും വെറുതെയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അന്ന് അർദ്ധരാത്രിയിൽ പ്രഭു എന്നോട് ദീർഘനേരം സംസാരിച്ചു. സ്വന്തം വംശത്തെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. രക്തം. സമാധാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ
രക്തം വളരെ അമൂല്യമായ ഒന്നാണ്, അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം കുറച്ചു പേപ്പറുകൾ തന്നിട്ട് എന്നോട് പറഞ്ഞു, താങ്കളുടെ സുഹൃത്തുക്കൾക്ക് കത്തുകൾ എഴുതാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ബിസിനസ് കാര്യങ്ങൾ മാത്രമേ എഴുതാവൂ. 1 മാസം കൂടി താങ്കൾ എന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് എഴുതുക. എന്റെ ഹൃദയം മരവിച്ചുപോയി. എനിക്ക് സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. കത്തുകൾ എഴുതിക്കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ഗൗരവത്തോടെ ഒരു മുന്നറിയിപ്പ് നൽകി. എന്റെ യുവ സുഹൃത്തെ, താങ്കൾക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഉറങ്ങാനായി താങ്കളുടെ ഈ മുറി മാത്രമേ ഉപയോഗിക്കാവൂ. ഈ പഴയ കോട്ടയുടെ മറ്റു ഭാഗങ്ങളിൽ ഉറങ്ങാൻ ശ്രമിക്കരുത്. അവിടെ ചീത്ത സ്വപ്നങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. സൂക്ഷിക്കുക. പിന്നീട് ഒരു രാത്രി ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. താഴെ ഒരു നിലയ്ക്കപ്പുറം പ്രഭുവിന്റെ മുറിയുടെ ജനലിലൂടെ ഒരു തല പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ കൽഭിത്തിയുടെ മറവിലേക്ക് മാറി നിന്ന് സൂക്ഷിച്ചു നോക്കി. അത് പ്രഭു തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ജനലിലൂടെ പുറത്തിറങ്ങി ആ അഗാധമായ കൊക്കയ്ക്ക് മുകളിലുള്ള ഭിത്തിയിലൂടെ താഴേക്കിഴയാൻ തുടങ്ങി. ഒരു മനുഷ്യനെ പോലെയല്ല, തലകീഴായി ഒരു വലിയ പല്ലിയെപ്പോലെ. അദ്ദേഹത്തിന്റെ കറുത്ത കോട്ട് വലിയ ചിറകുകൾ പോലെ വായുവിൽ വിടർന്നു കിടന്നു. കൈവിരലുകളും കാൽവിരലുകളും കൊണ്ട് കല്ലിന്റെ വിടവുകളിൽ പിടിച്ച് അദ്ദേഹം വേഗത്തിൽ താഴേക്ക് നീങ്ങി. എന്റെ കൺമുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. എന്തൊരു ജന്മമാണിത്! മനുഷ്യരൂപത്തിലുള്ള എന്ത് ജീവിയാണിയാൾ! ഭയം എന്നെ വരിഞ്ഞുമുറുക്കി. പ്രഭുവിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് കോട്ടയുടെ മറ്റൊരു ഭാഗത്തുള്ള പഴയൊരു മുറിയിൽ ഞാൻ വിശ്രമിക്കാൻ തീരുമാനിച്ചു. നിലാവുള്ള രാത്രിയായിരുന്നു അത്. ഞാൻ മയങ്ങിപ്പോയി. പെട്ടെന്ന് മുറിയിൽ ഞാൻ തനിച്ചല്ലെന്ന് എനിക്ക് തോന്നി. നിലാവെളിച്ചത്തിൽ 3 യുവതികൾ എന്റെ മുന്നിൽ നിൽക്കുന്നു. 2 പേർ കറുത്ത മുടിയുള്ളവരും ഒരാൾ സ്വർണ്ണ മുടിയുള്ളവളും. അവരുടെ സൗന്ദര്യം വശീകരിക്കുന്നതായിരുന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരു ക്രൂരതയുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത, നിലാവെളിച്ചത്തിൽ അവർക്ക് നിഴലുകൾ ഉണ്ടായിരുന്നില്ല. സ്വർണ്ണ മുടിയുള്ളവൾ മുന്നോട്ട് വന്നു. മറ്റുള്ളവർ അവളെ പ്രോത്സാഹിപ്പിച്ചു. നീ തുടങ്ങൂ, നിനക്കാണ് ആദ്യത്തെ അവസരം. അവൻ ചെറുപ്പമാണ്, നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളത് അവനിലുണ്ട്. അവൾ എന്റെ മുഖത്തേക്ക് കുനിഞ്ഞു. അവളുടെ ശ്വാസം എന്റെ മേൽ തട്ടി. രക്തത്തിന്റെ ഗന്ധമുള്ള മധുരമുള്ള ശ്വാസം. അവൾ മൃഗത്തെപ്പോലെ സ്വന്തം ചുണ്ടുകൾ നച്ചു. അവളുടെ പല്ലുകൾ എന്റെ കഴുത്തിൽ തൊട്ടു. ഞാൻ കണ്ണുകൾ അടച്ച് ആ നിമിഷത്തിനായി കാത്തിരുന്നു. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ഡ്രാക്കുള പ്രഭു അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ആ സ്വർണ്ണമുടിയുള്ളവളെ കഴുത്തിന് പിടിച്ച് ശക്തിയായി പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നരകത്തീ കത്തുന്നത് പോലെ തോന്നി. ഇവനെ തൊടാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു? പ്രഭു അലറി, മാറി നിൽക്കൂ, ഇവൻ എനിക്കുള്ളതാണ്. ഇവനെ തൊട്ടു പോകരുത്. ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾക്കിന്ന് രാത്രിയൊന്നുമില്ലേ? പ്രഭു തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാക്ക് അവർക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. ആ ചാക്കിനുള്ളിൽ എന്തോ അനങ്ങുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആ സ്ത്രീകൾ അത്യാർത്തിയോടെ ആ ചാക്കുമായി ജനലിലൂടെ മഞ്ഞുപോലെ പുറത്തേക്ക് മറഞ്ഞുപോയി. ഭയത്താൽ ബോധം കെട്ട് ഞാൻ താഴെ വീണു. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ എന്റെ സ്വന്തം കിടക്കയിലായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നു. അല്ല, കാരണം എന്റെ വസ്ത്രങ്ങൾ മടക്കി വെച്ചിരിക്കുന്ന രീതി മാറിയിരിക്കുന്നു. എന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഡയറി സുരക്ഷിതമാണ്. ആ ഭീകരരായ സ്ത്രീകളുടെ കൈകളിൽ നിന്ന് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷെ പിറ്റേന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. പ്രഭു എന്നെ കൊണ്ട് നിർബന്ധിച്ച് 3 കത്തുകൾ എഴുതിച്ചു. ജൂൺ 12, ജൂൺ 19, ജൂൺ 29 എന്നീ തീയതികളിൽ ഞാൻ വീട്ടിലേക്ക് അയക്കേണ്ട കത്തുകളാണിവ. അതിൽ ഞാൻ സുരക്ഷിതനാണെന്നും നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും എഴുതിച്ചു. ആ അവസാനത്തെ തീയതി കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ ആയുസ്സിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ജൂൺ 29 ശേഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകില്ല. ഇതിനിടയിൽ കോട്ടയുടെ മുറ്റത്ത് ഒരു കൂട്ടം നാടോടികൾ, ജിപ്സീസ്, തമ്പടിച്ചു. അവർ വഴി എന്റെ കത്തുകൾ രഹസ്യമായി പുറത്തെത്തിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ പ്രഭു അത് കണ്ടുപിടിച്ചു. മിനക്ക് ഞാൻ എഴുതിയ രഹസ്യക്കത്ത് അദ്ദേഹം എന്റെ മുന്നിലിട്ട് കത്തിച്ചു കളഞ്ഞു. പിന്നീടൊരിക്കൽ പ്രഭു എന്റെ വസ്ത്രങ്ങൾ ധരിച്ച് ആ ചാക്കുമായി ജനലിലൂടെ താഴേക്ക് പല്ലിയെപ്പോലെ ഇഴഞ്ഞിറങ്ങുന്നത് ഞാൻ കണ്ടു. നാട്ടുകാർ തെറ്റിദ്ധരിക്കണം, ഞാനാണ് ഈ കൊടുംക്രൂരതകൾ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രമായിരുന്നു അത്. അന്ന് രാത്രി കോട്ടയുടെ വാതിലിൽ ഒരു സ്ത്രീ ഓടിവന്നു. മുടി അഴിച്ചിട്ട സമനില തെറ്റിയ ഒരമ്മ. അവർ വാതിലിൽ ആഞ്ഞടിച്ചുകൊണ്ട് അലറി വിളിച്ചു, രാക്ഷസ, എന്റെ കുഞ്ഞിനെ തിരികെ തരൂ. അവളുടെ നിലവിളി ഹൃദയം തകർക്കുന്നതായിരുന്നു. പക്ഷേ മറുപടിയായി കേട്ടത് പ്രഭുവിന്റെ ക്രൂരമായ ചിരിയും പിന്നെ ഒരു കൂട്ടം ചെന്നായകളുടെ ഓരിയിടലുമാണ്. നിമിഷങ്ങൾക്കകം ചെന്നായകൾ ആ സ്ത്രീയെ വളഞ്ഞു. അവളുടെ നിലവിളി നിലച്ചു. എനിക്ക് സഹതാപം തോന്നിയില്ല. കാരണം ആ അമ്മ മരിക്കുന്നതാണ് ഭേദം. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയാമായിരുന്നു. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രഭു ഇറങ്ങിപ്പോയ അതേ ജനലിലൂടെ ഞാൻ താഴേക്കിറങ്ങി.
ആത്മഹത്യാപരമായ ഒരു ശ്രമമായിരുന്നു അത്. താഴെ പഴയൊരു ചാപ്പലിൽ മണ്ണ് നിറച്ച 50 വലിയ പെട്ടികൾ ഞാൻ കണ്ടു. അതിലൊന്നിൽ ഡ്രാക്കുള പ്രഭു കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് തോന്നി. കണ്ണുകൾ തുറന്നിരിക്കുന്നു, പക്ഷേ അനക്കമില്ല. വെറുപ്പോടെ ഞാൻ ആ സ്ഥലം വിട്ടുപോന്നു. ജൂൺ 29-ാം തീയതിയായി. പ്രഭു എന്നോട് പറഞ്ഞു, നാളെ നമ്മൾ പിരിയുകയാണ്, താങ്കൾക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങാം. അദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് ഇപ്പോൾ തന്നെ പോകണമെന്ന് ഞാൻ വാശി പിടിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് വലിയ വാതിൽ തുറന്നു തന്നു. പക്ഷേ പുറത്ത് ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളുമായി ഒരുപറ്റം ചെന്നായകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ചെന്നായകൾക്ക് ഇട്ടുകൊടുക്കാൻ നോക്കുകയാണെന്ന് മനസ്സിലായ ഞാൻ വാതിൽ വലിച്ചടച്ചു. ഞാൻ എൻ്റെ മുറിയിലേക്ക് ഓടി. അപ്പോൾ എൻ്റെ വാതിലിന് പുറത്ത് ആ 3 സ്ത്രീകളുടെ ശബ്ദം കേട്ടു. പ്രഭു അവരോട് പറയുന്നു, പിന്നോട്ട് പോകൂ, ഇവൻ എനിക്കുള്ളതാണ്. ഇന്ന് രാത്രി ഇവൻ എൻ്റെ മാത്രം. നാളെ രാത്രി ഇവനെ നിങ്ങൾക്ക് തരാം. പിശാചുക്കളുടെ ആ ചിരി കേട്ട് ഞാൻ മുറിയിൽ കിടന്ന് വിറച്ചു. ഇതാണ് എൻ്റെ അവസാന രാത്രി എന്ന് ഞാൻ ഉറപ്പിച്ചു. നേരം വെളുത്തു. പ്രഭു പോയിട്ടുണ്ടാകുമെന്ന് കരുതി ഞാൻ താഴേക്ക് ഓടി. പക്ഷേ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും ജനലിലൂടെ താഴെ ഇറങ്ങി പ്രഭു കിടക്കുന്ന നിലവറയിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച എന്റെ ചോര മരവിപ്പിച്ചു. പെട്ടിയിൽ കിടക്കുന്ന പ്രഭുവിന്റെ രൂപം മാറിയിരിക്കുന്നു. നരച്ച മുടികൾ കറുത്തിരിക്കുന്നു. ചുളിവുകൾ മാറി മുഖം തുടുത്തിരിക്കുന്നു. ചുണ്ടുകളിൽ നിന്ന് ഫ്രഷായ ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം രക്തം കുടിച്ച് വീർത്തുകീടാറായ ഒരട്ടയെപ്പോലെ ലീച്ച് കിടക്കുന്നു. ലണ്ടനിലെത്തി ലക്ഷക്കണക്കിന് ആളുകളുടെ ചോര കുടിക്കാനാണ് ഈ യാത്ര. എനിക്ക് നിയന്ത്രണം വിട്ടു. അടുത്തു കണ്ട ഒരു മൺവെട്ടിയെടുത്ത് ഞാൻ അദ്ദേഹത്തിന്റെ തലയ്ക്ക് നേരെ ആഞ്ഞുവെട്ടി. പക്ഷേ ആ കണ്ണുകൾ തുറന്ന് എന്നെ നോക്കിയതും എന്റെ കൈ മരവിച്ചുപോയി. മൺവെട്ടി തെന്നിമാറി അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു മുറിവ് മാത്രമേ ഉണ്ടാക്കാനായുള്ളൂ. അപ്പോഴേക്കും പുറത്ത് വണ്ടികളുടെ ശബ്ദം കേട്ടു. നാടോടികൾ പെട്ടികൾ എടുക്കാൻ വരികയാണ്. ഞാൻ വേഗം അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവർ മണ്ണ് നിറച്ച പെട്ടികൾ വണ്ടിയിൽ കയറ്റി. അതിലൊന്നിൽ ഡ്രാക്കുളയുമുണ്ട്. അവർ കോട്ട വിട്ടുപോയി. ഇപ്പോൾ ഞാൻ ഈ കോട്ടയിൽ ഏകനാണ്. അല്ല, തനിച്ചല്ല. ആ 3 രക്തരക്ഷസുകളായ സ്ത്രീകൾ ഈ കോട്ടയിലുണ്ട്. ഇരുട്ടാകുമ്പോൾ അവർ എന്റെ അടുത്തേക്ക് വരും. ഇല്ല, അവരുടെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ ഒരുക്കമല്ല. ദൈവത്തിന്റെ വിധി ഇതിലും നല്ലതായിരിക്കും. ഞാൻ തീരുമാനിച്ചു. ഈ കുത്തനെയുള്ള കൊക്കയിലേക്ക് ഞാൻ ചാടാൻ പോവുകയാണ്. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. ആ പിശാചുക്കൾക്ക് എന്നെ വിട്ടുകൊടുക്കില്ല. വിട. എല്ലാവർക്കും വിട. എന്റെ പ്രിയപ്പെട്ട മിന, വിട.